ഈ കഥയിലെ കഥാപാത്രങ്ങൾ വെറും സാങ്കല്പികം മാത്രം. ചെയ്യില്ല എന്ന് വിചാരിച്ചതാണ്. പക്ഷേ വിവരക്കേട് ആരുടെയും കുറ്റമല്ലല്ലോ. ഒരാളുടെ ഉണ്ട്. അതെ അരു, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ആദ്യം കാര്യം ചോദിക്കാം, എന്നിട്ട് നിന്റെ അഭിപ്രായം അറിയാം. നിന്റെ അമ്മയുടെ അനിയത്തി, നിന്റെ അച്ഛൻ്റെ അനിയൻ, ആരെങ്കിലും ഒരാളെ കൂട്ട്. അപ്പൊ ഇവരെ നീ കുട്ടിക്കാലം തൊട്ടേ എന്താ വിളിക്കുക? അമ്മയുടെ അനിയത്തിനെ എന്താ വിളിക്കുക? ചെറിയമ്മ. അച്ഛൻ്റെ അനിയനാ ചെറിയ അച്ഛനാ വിളിക്കുക. അപ്പോ ഈ കുട്ടിക്കാലം തൊട്ടേ ഇങ്ങനെ വിളിച്ച് ശീലിച്ചെങ്ങി പെട്ടെന്ന് നിന്റെ ഭാര്യ അല്ലെ വേറൊരാള് വന്നാല് നീ എന്താ വിളിക്കുക? നിന്റെ അച്ഛൻ്റെ അനിയനാ ആണ്? അമ്മയുടെ അനിയത്തില്ല ആണല്ലേ? എന്താ മനസ്സിലായോ പ്രേക്ഷകരെ? നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ പറഞ്ഞല്ലോ വിവരക്കേട് ആരുടെയും കുറ്റമല്ലാന്ന്. അതായത് നമ്മുടെ ഗുരുവായൂർ ബസ് സ്റ്റാൻഡ് ചന്ത മേരി ആരാ ആളുടെ ഭർത്താവ് നിന്നെ തല്ലൂന്ന് പറഞ്ഞു കിട്ടോ. ആ ആളുടെ ഭർത്താവ് അല്ലായിരുന്നു അന്ന് പ്രശ്നം ഉണ്ടാക്കുമ്പോ ആ ആളുടെ കയ്യും പിടിച്ചു പോയത്? അത് സ്റ്റെപ്പിന് അയാള് നിന്നെ കണ്ടിട്ടുണ്ടായി. അയാൾ ആ സ്പോട്ടിന് നിന്നെ ടിഷോ എന്ന് പറഞ്ഞ പുഷു ഉണ്ടല്ലോ നമ്മളെ മിഷമാധവന് പുഷ്കരൻ, അവൻ വെടിവെക്കും പോലെ വെടിവെക്കൂലോ. പുഷ്കരനല്ല പുരുഷു എന്നെ അനുഗ്രഹിക്കൂ. ഇങ്ങനെ കാണുമ്പോൾക്ക് അങ്ങനെ വന്ന് പറഞ്ഞാൽ മതി, പുരുഷു എന്നെ അനുഗ്രഹിക്കൂ. അതെ, ആശാന് നോമ്പ് തുറന്ന് നല്ലോണം തട്ടുന്ന തട്ടലിലാണ്. പിന്നെ ഒരു കാര്യം, തല്ലാൻ വരുന്ന മോനെ നീ ഒരു കാര്യം മനസ്സിലാക്കി. നീ അന്ന് ആദ്യം നിന്റെ ഓളം നന്നാക്കുക. ഓളാണ് അന്ന് കുത്തിത്തിരിപ്പിന് ഉണ്ടാക്കിയത്. ഞാൻ എന്താ പറയാ, ഓളെ ഇതാക്കാനൊന്നുമില്ല. പിന്നെ ഒരു പിള്ള പറഞ്ഞേക്ക് ഇന്നെ കാണാൻ കൊള്ളൂലെന്ന്. ഇന്നെ കാണാൻ കൊള്ളുന്നില്ലെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമൊന്നുമില്ല. അല്ല, അത് ഈ പിള്ളമാരോട് പറഞ്ഞാലോ. പിള്ളേനൊന്ന് നോക്കിക്കോ. ആ എന്താ പറയാ, പശു അല്ല കുതിരേന്റെ വാലില്ലേ ബാക്കിലല്ലേ, അതേമാതിരി 2 വാല് മുമ്പോട്ട് എടുത്തിടുകയും ചെയ്തിട്ട് പിള്ള ഭയങ്കര ചലിച്ചിരുന്നു. അപ്പൊ പിള്ളക്കുള്ളത് ഞാൻ പിന്നെ പറഞ്ഞോളാം. മുടിയില്ലാത്ത മോളൊരു കാര്യം മനസ്സിലാക്കണം. എനിക്കിട്ട് താങ്ങാൻ എൻ്റെ ഓന കൊണ്ടുവന്നിട്ടൊരു കാര്യമല്ല. നീ ഇങ്ങോട്ട് പ്രതികരിച്ചാൽ ഞാൻ അങ്ങോട്ട് പ്രതിച്ചു. പിന്നെ ഇവിടെ എൻ്റെ അച്ഛനെ വിളിക്കുന്നത് ഇവക്ക് 40 വയസ്സും എനിക്ക് 30 വയസ്സും അല്ല. ഓക്കും എനിക്ക് ഒരേ ഏജാണ്. അപ്പൊ ഞാൻ വിളിച്ചു തുടങ്ങുന്ന കണ്ടിട്ടാണ് അവർ വിളിക്കുക. അല്ലാണ്ട് നിന്റെ ഓന നീ ഏടാന്നൊക്കെ വിളിക്കുന്നവരല്ല. മനസ്സിലായോ മുടിയില്ലാത്ത മോളെ? അതെ, ഈ വീഡിയോ കാണുമ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞു തരാം. ഞാൻ ഇന്നലെയോ 2 ദിവസം മുമ്പാക്കാനും ഇവന്റെ അച്ഛനെ വെച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അരുണിന്റെ അച്ഛനാണ് എന്ന് പറഞ്ഞിട്ട്. ശരിക്കും ഞങ്ങൾ അച്ഛനല്ല വിളിക്കേണ്ടത്, ഉപ്പാന്നാണ് വിളിക്കേണ്ടത്. അരുൺ അച്ഛ എന്ന് വിളിച്ച് കേൾക്കുന്നത് കൊണ്ട് ഞാൻ അച്ഛ എന്ന് വിളിച്ച്, അത് കേട്ട് മക്കളും അച്ഛ എന്ന് വിളിച്ചിരുന്നു. എന്നിട്ട് ഒരു ബസ് സ്റ്റാൻഡ് മേരിൻ്റെത് ഗുരുവായൂർ ബസ് സ്റ്റാൻഡ് ചന്തമേരി. ആളെ ഞാൻ പറയില്ല, നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. അത്രയില്ല. ഇപ്പൊ തട്ടക്കെടും തൊപ്പിയിട്ട് നടക്കുന്ന ഒരു ആള്. മറ്റേ മൂപ്പത്തിനെ തന്നെ വിമൽകുമാർ എന്നാണ് വിളിക്കാറ്. അപ്പൊ മൂപ്പത്തി പറയുന്നത് എന്താണെന്നറിയോ? ഞാൻ പ്രതികരിക്കില്ല എന്ന് വിചാരിക്കായിരുന്നു. പക്ഷെ അവര് പറയാ എനിക്ക് പേടിയൊന്നല്ല, ഞാൻ ഇനി പ്രതികരിക്കുമെന്നും പറഞ്ഞു ഞാൻ വന്നിട്ടുണ്ട്. എന്നിട്ടുണ്ടല്ലോ എന്നിട്ട് ആ സ്ത്രീ പറയാണേ, നമ്മളെ കുഞ്ഞിലെ തൊട്ടിട്ട് നമ്മുടെ അച്ഛൻ്റെ അനിയന്മാരെയോ അല്ലെ അമ്മയുടെ അനിയത്തിമാരെയോ ചെറിയമ്മേനോ ചെറിയച്ഛ എന്നൊക്കെ വിളിച്ച് ശീലിച്ച് വരുമ്പോൾ ആ ചെറിയച്ഛനോ ചെറിയമ്മക്കോ ഒരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞ് വിളിക്കുന്നത് കേട്ടിട്ടാണോ പിന്നീട് നമ്മൾ അവരെ എന്തെങ്കിലും വിളിക്കാനും. ഞാനും ഇവനും 10-40 വയസ്സിന് വ്യത്യാസമൊന്നുമില്ല. ഞങ്ങൾ സെയിം ഏജുകാരാണ്. ഇവൻ വിളിക്കുന്നത് കേട്ടിട്ടാണ് ഞാൻ അച്ഛാന്ന് വിളിക്കൽ തുടങ്ങി. ഞാൻ വിളിക്കുന്നത് കേട്ടിട്ടാണ് മക്കളെ വിളിക്കൽ തുടങ്ങിയത്. ഇവന്റെ അമ്മയുടെ ആ ഒരു രീതിയിലാണ് അവരെ കാണിക്കുന്നത്. എന്തിന്? ഇവന്റെ വാപ്പയുടെ ഉമ്മാന
ഇവൻ അച്ചമ്മേന്നാ വിളിക്കാറ്. അത് ഇവന്റെ ശൈലി, അത് ആർക്കും മാറ്റാൻ പറ്റൂല. ഞാനത് കേട്ടിട്ട് ഞാൻ ഓനോട് ചോദിക്കല് വല്യമ്മ എന്നല്ല, നിന്റെ അച്ചമ്മ എന്ത് പറയുന്നടാ എന്നേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. നിന്റെ ചെറിയച്ഛൻ എന്ത് പറഞ്ഞ വാപ്പടാനീനെ പറ്റിയൊക്കെ അങ്ങനെയാ ചോദിക്കാറ്. എന്നിട്ട് ഈ മൊയന്താ ഞാൻ വെറുതെ കുത്തിരിക്കുന്ന സമയത്ത് സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ ഈ മൊയന്തന്റെ ലാസ്റ്റ് വീഡിയോ ഞാൻ കാണുന്നത് കേട്ടപ്പോ പൊന്നാരെ ഗൈസ് ചിരിക്കല്ലാതെ എങ്ങനെ ചിരിക്കാതിരിക്കും? വിവരക്കേട് ആരുടെയും അല്ലെങ്കിലേ അത് വിവരമില്ലാത്തൊരു തള്ളയാ. വിവരക്കേട് ആരുടെയും കുറ്റല്ല. എന്തായാലും ഒന്നും ഉറപ്പാണ്, അതിന്റെ പല രഹസ്യങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു. അതല്ല വേറെ പെണ്ണായനെ കൊണ്ടാ ഞാൻ അതിന്റെ പുറകെ പോവാതിരുന്നത് എന്താണെന്നറിയോ? ഞാൻ വീട്ടിലോട്ട് ആരെ ഞാൻ വിട്ടിക്കില്ല, എല്ലാരും എന്റെ അണ്ടറിലുണ്ട്. ഞാൻ അതിന്റെ പുറകെ പോവാതിരുന്നത് വെടിപ്പുര വരെ എന്റെ അടുത്തുണ്ട്, അതല്ല അമ്മച്ചിയും ഉണ്ട്. ഞാൻ അതിന്റെ പുറകെ പോവാതിരിക്കുന്നത് എന്തുകൊണ്ടാ വെച്ചാല് അതിന് ദൈവം ഓൾറെഡി ശിക്ഷിച്ചതാണ്. ക്യാൻസർ എന്ന രോഗത്തെ പ്രതിരോധിച്ച് ഞാൻ ജീവിതത്തിലേക്ക് വന്നെന്ന് പറയാൻ ഇപ്പഴും ആർക്കും വരാണ്ടെന്ന് നിൽക്കുന്നില്ല, എനിക്കും വരില്ല. പക്ഷെ ഓക്ക് വിട്ടുമാറില്ല, അത് നോക്കിക്കും, കാരണം അത്രേ ശാപം ഉണ്ടാവും. എന്നിട്ടുണ്ടല്ലോ നമ്മൾ നല്ല എല്ലാരെ കൊണ്ട് ഒരു നല്ലത് പറയിപ്പിക്കല്ലേ ചെയ്യേണ്ടത്. ഇത് നല്ലത് പറയിപ്പിക്കാതെ വെറും ദുഷ്ടതര മാത്രമായിട്ട് എരന്ന് ജീവിക്കുന്ന ഒരു അവസ്ഥയിലാണ്. എന്നിട്ട് ഇപ്പൊ പറയാൻ ഞാൻ പേടിച്ചിട്ടൊന്നല്ല, ഭയങ്കര അച്ചടി. പക്ഷെ എറണാകുളം തെറി എന്താന്നുള്ളത് അവൾ പഠിപ്പിക്കുന്ന പറയുന്നത്. നീ പഠിപ്പിച്ച മോളെ, നമുക്കൊരു വിഷയമില്ല. എന്നിട്ട് എനിക്ക് ചിരി വന്നത് എന്താ, നമ്മൾ ആരെങ്കിലും ഒരു കുഞ്ഞുണ്ടായപ്പോ മാറ്റി വിളിക്കോന്ന് ചോദിക്കുമ്പോ ഞാൻ എന്തുവാടേ മുത്തശ്ശിയോ, ആ തള്ളന്റെ മുത്തശ്ശിയാക്കിയടേ. അത് ചിരിച്ചു പോയ, ചിരിക്കാനും വേണ്ട ഒരു അവസരം നിങ്ങൾക്ക്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അരുണ് വിളിച്ച് ശീലിച്ചത് കൊണ്ട് ഞാനും അച്ഛാ എന്ന് വിളിച്ച് കിടുന്നുണ്ടേ. അത് മറ്റേ തെറിത്തള്ളയാ വീഡിയോന്റെ ഉള്ളിൽ കൂടി ലിപ്സ്റ്റിക് ഇടല്. അല്ലോ എന്തുവാ എന്റെ കഷ്ടം. എന്നിട്ട് അങ്ങനെ ശരിക്കും അതിന്റെ കളി കണ്ടാ വിചാരിക്കെന്താ അറിയോ, നമ്മുടെ ഈ ചില സൂലൊക്കെ പോയി കഴിഞ്ഞാല്, ചില സൂന്ന് പറയാൻ കാരണം എല്ലാ സൂലും ഇല്ല, ഈ ചിമ്പാൻസികളൊക്കെ കളിക്കാണ്ടിരിക്കും. ഈ കുട്ടി ചിമ്പാൻസികൾക്ക് എന്ന് വെച്ചാല് അവരെ അമ്മമാര് കളിക്കുന്നവരല്ല ഇവര് കളിക്കുക. അതേമാതിരിയാ ഒരു 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 കുഞ്ഞിക്കണ്ണൻ ഒക്കത്തും വെക്കും. ആ കുഞ്ഞിക്കണ്ണൻ വിചാരിക്കുന്നുണ്ട് എന്റെ പടച്ചോനെ ഞാൻ ദൈവമായി ജനിച്ചു പോയല്ലോ എന്ന്. ആ ദൈവത്തിന് വരെ പിടിച്ച് ഒതുക്കിച്ച് ലാരീരോ പാടുക. ഇങ്ങനത്തെ കുറെ ആൾക്കാർ. ഞാൻ ഒരു കാര്യം പറയാം, നമ്മൾ ആരെയും ഉപദ്രവിക്കാൻ പോകേണ്ട കാര്യമില്ല. ഞാൻ എൻ്റെ കാര്യം നോക്കി ജീവിച്ചത് കുഴപ്പമില്ല. ഇങ്ങോട്ട് കയറി ചൊറിയുന്നതിനെ കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് കയറി ചൊറിയുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ ഈ പ്രശ്നവും കാര്യങ്ങളൊക്കെ വരുന്നത്. സ്വന്തം കാര്യം നോക്കി ജീവിച്ചൊരു കുഴപ്പമില്ലല്ലോ. എല്ലാവർക്കും ലോകത്തെ എല്ലാ സ്ഥലത്തും എവിടെ വേണമെങ്കിലും പോവുകയും താക്കുകയൊക്കെ ചെയ്യാം. അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനത്തെ കുറെ കോപ്രായം കളിക്കുന്ന ചിമ്പാൻസികളെ പോലത്തെ ഒരാൾക്കാരുണ്ട്. ആ മൃഗങ്ങളെ വരെ പറയിപ്പിക്കുന്നതാണ്. അതിങ്ങളെ മോശമാണ്. എന്നിട്ട് ഞാൻ ഇതിന്റെ അതുമല്ല, ഇതിന്റെ ഭർത്താവായിരുന്നേ ഗുരുവായൂർ വന്നത്. അന്ന് വാ 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 പറഞ്ഞങ്ങനെ കൈക്ക് മുറുക്കെ പിടിച്ചിട്ട് അയാൾ വലിച്ചോണ്ട് പോയതാണേ. എന്നിട്ട് ഇവിടെ ഒരു വീഡിയോ ചെയ്തതിന് ആ കണ്ണനെ നിങ്ങെടുത്തോ, നീ വോയിസ് ഇട്ടോ, വോയിസ് ഇട്. അയാള് പറഞ്ഞു മോളെ തൊടൂല, തൊട്ടാനെ തല്ലു, ഇതാന്നൊക്കെ. എന്തായിരുന്നു ഓളെ മറുപടി എന്നറിയോ? ഓള് ഇവിടുന്ന് ഇങ്ങനെ ആക്ഷൻ കാണിക്ക, കൃഷ്ണൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാല് ചിലപ്പോ ആശാൻ ഓളെ പേടിയായിരിക്കും. ഈ മറ്റേ ഏതോ ഒരു ദൈവം ഉണ്ടല്ലോ, ഈ കാല് ചവിട്ടി കളിക്കുന്ന ദൈവം. കാല് ചവിട്ടി കത്തിലോ അല്ല, ഏതോ ഒരു ദൈവം ഉണ്ട്, എനിക്ക് ഓർമ്മയിലോട്ട്. എനിക്ക് അങ്ങനത്തെ മഹാഭാരതം അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞൂടാ. വേറൊരു രസം ഉണ്ടല്ലോ, ഇതിനെക്കാട്ടിൽ ഹിന്ദുമതം ഡീറ്റെയിൽ എനിക്കാട്ടോ അറിയാം. ആ ദൈവം എന്താന്ന് വെച്ചാല് നമ്മുടെ എന്തായിരുന്നു എനിക്ക് ഓർമ്മയില്ല. എന്തായാലും നിങ്ങൾക്ക് കാര്യം മനസ്സിലായിണ്ടാവില്ലേ? ഈ ഒരാളെ ചവിട്ടിയിട്ട് കഴുത്തിന്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ ഫോട്ടോ ഒക്കെ ഉള്ള അതേമാതിരി എനിക്ക് തോന്നി ഇവിടെ ഭർത്താവിന് ഇവിടെ താഴെ കഴുത്ത് ചവിട്ടി വെച്ചിട്ട് പറഞ്ഞ മര്യാദക്ക് പറഞ്ഞോന്ന് പറഞ്ഞിട്ട് കാലുപിടിയൊക്കെ ഉണ്ടാവുക. എന്നിട്ട് ആ ആക്ഷൻ കാണിക്കുന്നത്. അതാ താഴെ കുത്തിനുള്ള സൗണ്ട് വരുന്നത്. എന്ന് വെച്ചാല് അമ്മയ്ക്ക് താഴെ ചവിട്ടി പിടിച്ചിട്ട് പറയടാ എന്ന് പറഞ്ഞു പറയിപ്പിച്ചതാണ് എന്നുള്ളതാണ് കവി ഉദ്ദേശിച്ചത്. മേ ബി അതായിരിക്കട്ടോ.
കാരണം ആളെ കാണുന്നില്ല. ആളെങ്ങനെ കാണാനാ? ഇയാളല്ല അന്ന് ഗുരുവായൂർ വന്നതെങ്കിൽ പിന്നെ ഇയാൾക്ക് ക്യാമറന്റെ മുമ്പിലേക്ക് വരുന്നതിനെന്താ ഭയങ്കര ഭീരുത്വം പറഞ്ഞിനല്ലോ. എന്നിട്ട് എന്തേ വീഡിയോക്ക് വരാനും ഇത്ര മടി? അപ്പോ അത് വല്ലാത്തൊരു കഷ്ടം തന്നെയാട്ടോ. അടിത്തട്ടുന്ന സൗണ്ട് വരുന്നു. അടിത്തട്ടല്ലേ? എന്നിട്ട് അങ്ങനെയാണ് സംഭവം. അപ്പൊ അതാണ് സംഭവങ്ങൾ. ചിന്തിക്കുക, അങ്ങോട്ട് കയറി ചോദിച്ചാൽ അങ്ങോട്ട് വരും. നമ്മളൊരു മാങ്ങ ഉണ്ടല്ലേ, മാവിന്റെ മുകളിൽ മാങ്ങ വെറുതെ നിൽക്കുമ്പോൾ നല്ല രസം കാണാൻ. ഒരു കല്ലെടുത്ത് അതിനെ എറിഞ്ഞു കഴിഞ്ഞാലാണ് അത് ഇങ്ങോട്ട് വരിക, താഴോട്ട് വരിക. വെറുതെ നിൽക്കുമ്പോൾ നമ്മുടെ തലയിലൊന്നും പോകില്ലല്ലോ. നീ മറ്റേ ആപ്പിള് തലയിൽ വീണ കഥ പറയല്ലേ? അല്ല, എന്തായാലും ഓരോരുത്തർക്ക് ഓരോ അവസരം വരും. അപ്പൊ അത് മനസ്സിലാക്കുക. ഞാൻ പിന്നെ പോവാ. ബൈ ബൈ. അപ്പൊ അതാണ് ഗൈസ്, ഒരു മൊയന്തത്തരം നിങ്ങളടുത്തൊന്ന് പറയണമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ കണ്ടത്. ഒരു മൊയന്തത്തരം എന്ന് പറഞ്ഞ മൊയന്തത്തരം എന്ന് പറഞ്ഞാൽ മതി, അത് ആരാന്നുള്ള മനസ്സിലായി. അപ്പൊ ഗുരുവായൂർ ബസ് സ്റ്റാൻഡ് ചന്ത മേരിയെ കുറച്ചെങ്കിലും വിവേകത്തോടു കൂടെ സംസാരിക്കൂ. നിനക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആണ് ഈ ഒരു വീഡിയോ കേട്ടോ. ഓക്കെ, അടുക്ക